Welcome to Complementary Physics S3cpch42 Power Net Circuits and Transformer. AC Power and Transformer. This is lecture number 42. BSc Complementary Physics S3. Power Net Circuits. Given expression. The rate at which electric energy is consumed is called power in electric circuit. The rate at which electric energy is consumed is called power in electric circuit. For AC circuit, it is given by the equation P is equal to E bar I bar cos phi. That is P is equal to P bar. You put the bar. P is equal to P bar. E bar I bar we write as P bar. Bar is missing here. P is equal to P bar cos phi, where P is actual power and P bar, you put to P bar, is called the RMS power. And cos phi is called power factor. AC-യിൽ നമ്മൾ പവർ എഴുതുന്നത് P is equal to E bar I bar cos phi ആണ്. E bar I barനെ നമ്മൾ P bar എന്ന് പറയും. അപ്പോൾ P is equal to P bar cos phi. P യെ നമ്മൾ ആക്ച്വൽ പവർ എന്ന് പറയും. P ബാറിനെ പി ബാർ ആ ബാർ ഇറങ്ങട്ടെ പി ബാർ ഈസ് ഇക്വൽ ടു ആർ എം എസ് പവർ. ഒരു കോസ്ഫൈഡ് ടൈം വരും. ആ കോസ്ഫൈഡ് ടൈമിനെ വിളിക്കുന്ന പേര് പവർ ഫാക്ടർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ പവർ ഫാക്ടർ. എന്താണ് ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ആ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ നോക്കണമെന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 12 ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ 11 ചോദ്യം എവിടെയാണെന്ന്. ആ ചോദ്യം ഇല്ല, ഇത് നമ്മൾ കട്ട് എടുത്തതുകൊണ്ട് അങ്ങനെ വന്നതാണ്. നമുക്ക് പഠിക്കാനുള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ആ നമ്പർ അന്വേഷിക്കേണ്ട, ക്വസ്റ്റ്യൻ ഒന്ന് മാത്രം കൊടുത്താൽ മതി. യു ക്യാൻ റൈറ്റ് 1, 2. അടുത്തത് ഡിഫൈൻ പവർ ഫാക്ടർ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് പി ഇസ് പി ബാർ കോസ് ഫൈ, അവിടെ ബാറുണ്ട്. പി ബാർ വെച്ചാൽ ഈ ബാർ ഈ ബാറാണ്. ആർ എം എസ് പവർ ഇൻറ്റു ആർ എം എസ് പവർ എന്ന് പറഞ്ഞാൽ ആർ എം എസ് വോൾട്ടേജ് ഇൻറ്റു ആർ എം എസ് കറണ്ടാണ്. ഈ ബാർ ഈ ബാറാണ്. അപ്പോൾ പി ഇസ് പി ബാർ കോസ് ഫൈ, വേറെ കോസ് ഫൈ ഇസ് കോൾഡ് പവർ ഫാക്ടർ. ദാറ്റ് ഇസ് കോസ് ഫൈ ഇസ് ഈക്വൽ ടു പി ബൈ പി ബാർ. കോസ് ഫൈ കാണാനായിട്ട് നമ്മൾ പി ബാർ കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താണിത്? ആക്ച്വൽ പവർ ബൈ ആർ എം എസ് പവർ. Therefore, power factor is defined as the ratio of actual power to the RMS power. അതാണ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ is defined as the ratio of actual power to the RMS power. That is P by P bar. Now there is another term in AC circuit which is called Q factor. What is Q factor? Q factor means quality factor. ഒരു സർക്യൂട്ടിൻ്റെ ഓസിലേഷൻ നിർണ്ണയിക്കുക, ഫ്രീക്വൻസി നിർണ്ണയിക്കുക, ആ ഒരു ഫാക്ടറാണ് അതിൻ്റെ ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഫുൾ ഫോം ക്വാളിറ്റി ഫാക്ടർ. ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് ദി റേഷ്യോ ആണ് കേട്ടോ, റേഷ്യോ. എനിക്കിടപ്പുണ്ടാക്കി എനിക്ക് ആൻസർ ചെയ്തോളൂ. ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് എ റേഷ്യോ ഓഫ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്റ്റൻസ് ഓർ കപ്പാസിറ്റൻസ് ടു ദി വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് അറ്റ് റെസൊണൻസ്. റെസൊണൻസിൽ ഇൻഡക്റ്റൻസിലെ വോൾട്ടേജിനെ റെസിസ്റ്റൻസിലെ വോൾട്ടേജ് ഹരിക്കുക, അല്ലെങ്കിൽ കപ്പാസിറ്റിയിലെ വോൾട്ടേജിനെ റെസിസ്റ്റൻസിലെ വോൾട്ടേജിന് ഹരിക്കുക. റെസൊണൻസിൽ ഇൻഡക്റ്റൻസിലെ വോൾട്ടേജിനെ റെസിസ്റ്റൻസ് വോൾട്ടേജിന് ഹരിക്കുക, അല്ലെങ്കിൽ കപ്പാസിറ്റിയിലെ വോൾട്ടേജിനെ റെസിസ്റ്റൻസ് വോൾട്ടേജിന് ഹരിക്കുക. അങ്ങനെ ഹരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഈ ക്യൂ ഫാക്ടർ. ക്യൂ ഈസ് ഈക്വൽ ടു വി എൽ ബൈ വി ആർ ഈക്വൽ ടു ബി സി ബൈ വി ആർ അറ്റ് റെസൊണൻസ്. At resonance, a condition important. Q is equal to VL by VR. VL by VR, where VL is the voltage across inductance and VR is the voltage across resistance at resonance. That is equal to VC by VR. VC is the PD across capacitance and VR that across resistance at resonance. Or it can be shown that Q is equal to L omega by R. Or L omega 0 by R. Omega 0 is the resonant frequency. F0. You know omega 0 is 2 pi F0. L omega 0 by R is equal to 1 by C omega 0 R. Omega 0 is called resonant angular frequency. Omega 0 is 2 pi F0. You know F0 is 1 by 2 pi root L C. Q value
ഇൻഡിക്കേറ്റ്സ് ദ ഷാർപ്പ്നെസ് ഓഫ് കറണ്ട് പീക്ക്. ഷാർപ്പ്നെസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്, ഉടനെ പഠിക്കും. Q value indicates the sharpness of current peak. A high Q means the bandwidth is small. That is, current peak is sharp. അത് ഈ നമ്മൾ ഷാർപ്പ്നെസ് ഒക്കെ റേഡിയോ ട്യൂണിങ്ങിൽ പറയുന്നതാണ്. റെസ്പോൺസ് കർവ് നോക്കുമ്പോൾ ആ റെസ്പോൺസ് കർവ് വളരെ ഷാർപ്പായിട്ടിരിക്കുകയാണെങ്കിൽ അത് ഒരു ഹൈ ക്യൂ സർക്യൂട്ടിൻ്റെ കേസാണ് പറയുന്നത്. ഇപ്പോൾ ക്യൂ കൂടുതലുള്ള സർക്യൂട്ടിൽ റെസൊണൻസ് ഷാർപ്പായിരിക്കും, അല്ലെങ്കിൽ റെസ്പോൺസ് കർവ് വളരെ ഷാർപ്പായിട്ട് വരും, അല്ലെങ്കിൽ ഫ്ലാറ്റായി കിടക്കും. അപ്പോൾ അതാണ് ക്യൂ ഫാക്ടർ ഡെഫിനിഷൻ. ഇനി നമ്മൾ AC സർക്യൂട്ടിൽ പറയുന്ന മറ്റൊരു ടേമാണ്, ഇങ്ങനെ കുറച്ച് ടേം ഉണ്ട് കേട്ടോ. ആ ടേമൊക്കെ പഠിച്ചിട്ട് വേണം നമുക്ക് ട്രാൻസ്ഫോർമർ മറ്റ് സർക്യൂട്ടൊക്കെ പഠിക്കാനായിട്ട്, LC ഒക്കെ പഠിക്കാനായിട്ട്. വാട്ട്ലെസ് കറണ്ട് എക്സ്പ്ലെയിൻ. വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? വാട്ട്ലെസ് കറണ്ടിനെ വിളിക്കുന്ന പേരാണ് പവർലെസ് കറണ്ട്. പവറില്ലാത്ത കറണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു കറണ്ട് ഉണ്ട്, അതാണ് പറയുന്നത്. ഇഫ് ദി ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ എൻ AC സർക്യൂട്ട് ഇസ് 0, then the current in the circuit, current in is missing, current in the circuit is said to be wattless. For this power factor cos by 0, this happens in the case of pure inductor or pure capacitor. അപ്പോൾ എന്താണ് ഈ വാട്ട്ലെസ് കറണ്ട് അല്ലെങ്കിൽ പവർലെസ് കറണ്ട് എന്ന് പറഞ്ഞാൽ? അത് ഒരു ഇൻഡക്ടൻസിലെ കറണ്ട്, ഒരു പ്യൂർ ഇൻഡക്ടൻസിലെ കറണ്ടാണ്, പ്യൂർ കപ്പാസിറ്റിയിലെ കറണ്ടാണ്. അത്തരം കറണ്ടുകൾ വർക്കൊന്നും ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാത്തത് കൊണ്ട് പവറില്ല, പവർലെസ്, വാട്ട്ലെസ് എന്ന് പറയും. അപ്പോൾ നോക്കൂ, ഇഫ് ദ ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ AC സർക്യൂട്ട് 0, then the current in the circuit is said to be wattless. ഒരു AC സർക്യൂട്ടിൽ കറണ്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ, പവർ ഡിസിപ്പേഷൻ ഇല്ല എങ്കിൽ, ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് വാട്ട്ലെസ് കറണ്ട്. അത്തരം സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് വാട്ട്ലെസ്. ഒരു പ്യൂർ ഇൻഡക്റ്റൻസ്, ഒരു പ്യൂർ കപ്പാസിറ്റൻസ് സർക്യൂട്ട് വാട്ട്ലെസ് ആണ്, കാരണം അതിനകത്ത് പവർ ഡിസിപ്പേഷൻ ഇല്ല. The current is called wattless because the current in the circuit does not do any power. അതൊരു കാര്യം. ഇപ്പോൾ ഈ നമുക്കറിയാം, ഒരു കപ്പാസിറ്റിക്ക് പിന്നെ ഫേസ് ഫാക്ടർ π/2 ആണ്, 90 ഡിഗ്രിയാണ്. ഇൻഡക്റ്റൻസിനും ഫേസ് ഫാക്ടർ π/2 ആണ്, അല്ലെങ്കിൽ 90 ഡിഗ്രിയാണ്. ഇപ്പോൾ പവർ കാണുമ്പോൾ E/I cos φ, അവിടെ π/2 നോക്കി, π/2 ഇട്ട് നോക്കി. cos π/2 is cos 90 is 0. അപ്പോൾ P is equal to E/I 0. പവർ ഡിസിപ്പേഷൻ 0. അങ്ങനെ പവർ ഡിസിപ്പേഷൻ 0 സർക്യൂട്ടിനാണ് വാട്ട്ലെസ് സർക്യൂട്ട്. അത്തരം കറണ്ടിനെ നമ്മൾ വാട്ട്ലെസ് കറണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാവേ, ഒരു സീരീസ് LCR സർക്യൂട്ടിൽ ആ L-ഉം C-യും R ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കറണ്ട് അയക്കുമ്പോൾ ആ സർക്യൂട്ടിൽ കുറച്ച് പവർ ഡിസിപ്പേഷൻ ഉണ്ടാകും, പവർ പ്രൊഡ്യൂസ് ചെയ്യും. L-ലും C-ലും പവർ ഡിസിപ്പേഷൻ 0ആണ്, R-ൽ മാത്രമാണ് പവർ ഡിസിപ്പേഷൻ ഉള്ളത്. അപ്പോൾ R-ൽ മാത്രം ഉണ്ടാകുന്ന പവർ ഡിസിപ്പേഷനാണ് മൊത്തം സർക്യൂട്ടിലെ, മൊത്തം LCR-ലെ പവർ ഡിസിപ്പേഷൻ. L-ലും C-ലും പവർ ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡ്യൂസ് ആൻഡ് ലൂസ് എന്നാണ്. ചൂടുണ്ടായി നഷ്ടപ്പെടുത്തു പോകുന്നതിനാണ് പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ LCR-ൽ നമ്മൾ കറണ്ട് അയക്കുമ്പോൾ ഈ ഇൻഡക്റ്റൻസിലും കപ്പാസിറ്റിയിലും പവർ പ്രൊഡക്ഷൻ ഇല്ല, ഉള്ളത് റെസിസ്റ്റൻസ് മാത്രമാണ്. അപ്പോൾ റെസിസ്റ്റൻസിലെ പവർ ലോസ് തന്നെയാണ് എൻറ്റയർ LCR സർക്യൂട്ടിലെ പവർ ലോസ്, പവർ ഡിസിപ്പേഷൻ. ദാറ്റ് യു റിമെമ്പർ. അപ്പോൾ ഇതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ LCR സർക്യൂട്ട് പഠിച്ചിരുന്നു. ആ LCR സർക്യൂട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഷോർട്ട് ആൻസറാണ്. ദിസ് ഇസ് ഷോർട്ട് ആൻസർ ബേസ്ഡ് ഓൺ LCR സർക്യൂട്ട്, ദ റേഡിയോ ട്യൂണിംഗ് സർക്യൂട്ട്. Explain tuning of radio receiver, or why is series LCR circuit called an acceptor circuit? ഈ സീരീസ് LCR സർക്യൂട്ടിനെ വിളിക്കുന്ന പേര് അക്സെപ്റ്റർ സർക്യൂട്ട്. അത്തരം സർക്യൂട്ടുകളാണ് റേഡിയോ ട്യൂണിങ്ങിൽ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് സീരീസ് LCR സർക്യൂട്ടിനെ ആക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്? ആൻസർ: എ സീരീസ് LCR സർക്യൂട്ട് എക്സിബിറ്റ്സ് selectivity. It admits maximum power only at resonance. That is, if upper frequency consists of a number of frequency components, the circuit admits maximum current only for
component whose frequency is equal to the natural frequency of the circuit. So the circuit is called acceptor circuit, and this behavior of the circuit finds an application in radio tuning. അതായത് ഒരു റേഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ലോകത്തുള്ള സകല ടെസ്റ്റുകളുടെയും വേവ്സ് പിടിച്ചെടുക്കും. നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രീക്വൻസി ആ വേവ് മാത്രം അക്സെപ്റ്റ് ചെയ്യും, അതിന് മാക്സിമം കറണ്ട് തരികയും ചെയ്യും, ബാക്കി എല്ലാ വേവ്സും റിജക്റ്റ് ചെയ്യും. അപ്പോൾ ട്യൂൺ ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി ഈ F0 ഈക്വൽ ടു 1/2π√LC, ആ ഫ്രീക്വൻസി ഉള്ള വേവ് മാത്രം അക്സെപ്റ്റ് ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു സിംഗിൾ വേവ് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഇത്തരം സർക്യൂട്ടുകളെ വിളിക്കുന്ന പേര് അക്സെപ്റ്റ് സർക്യൂട്ട്. സീരീസ് LCR സർക്യൂട്ട് അക്സെപ്റ്റ് സർക്യൂട്ടാണ്, റേഡിയോയിൽ ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ്? നമ്മൾ ട്യൂൺ ചെയ്യുന്ന റേഡിയോ സ്റ്റേഷൻ്റെ വേവ് പിടിച്ചെടുക്കുന്നതിന്. Now we give a brief note on choke and transformer. Choke is a general short answer question. Spelling choke. What is a choke coil? Explain. ഒരു ചോക്ക് കോയിൽ പെടാണ് ഞാൻ സൈഡ് വരച്ചിരിക്കുന്നത്. ഒരു കോറുണ്ട്, ഒരു സോഫ്റ്റ്വെയർ കോറുണ്ട്, ലാമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ തിന് ഷീറ്റ് പോലെ ഇരിക്കും. അതിനപ്പുറത്ത് കോയിൽ ചുറ്റിയിരിക്കുക, ഒറ്റ കോയിൽ മാത്രം ചുറ്റുക. ഒറ്റ കോയിൽ മാത്രം ചുറ്റിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ചോക്ക്. വാട്ട്സ് എ ചോക്ക്? Spelling note CHOKE. Joule heating or power dissipation in a pure inductance is 0. So an inductor or coil can be conveniently used in AC circuit to reduce current. Such a coil is called a choke. A choke consists of a rectangular soft-end core upon which the coil is wound. അപ്പോൾ ഈ ഇൻഡക്ടൻസിനകത്ത് പവർ ഡിസിപ്പേഷൻ ഇല്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഇൻഡക്ടൻസിനകത്ത് കോയിലിനകത്ത് പിന്നെ പവർ ഡിസിപ്പേഷൻ ഇല്ലാത്തത് കൊണ്ട് അതിനകത്ത് കൂടി നമുക്ക് പവർ നഷ്ടമില്ലാതെ കറണ്ട് അയക്കാം. അത്തരം കോയിലിനെ വിളിക്കുന്ന പേരാണ് ഈ ചോക്ക് കോയിൽ എന്ന് പറയും. അതിന് നിർമ്മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോറിൻ്റെ പുറത്ത് ഒരു റെക്റ്റാങ്കുലർ കോറിൻ്റെ പുറത്തൊരു കോയിൽ ചുറ്റുക എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു കോറിൻ്റെ പുറത്തൊരു കോയിൽ ചുറ്റുവിട്ടാൽ അതിന് ചോക്കെന്ന് പറയും. അപ്പം അതിനകത്ത് ഈ കറണ്ട് അയച്ചാലും പവർ ഡിസിപ്പേഷൻ ഇല്ല, ചൂടാകത്തില്ല. അതാണ് പ്രത്യേകത. അപ്പോൾ അത് AC സർക്യൂട്ടിൽ കറണ്ട് കുറക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ട്യൂബ് കത്തിക്കുമ്പോൾ ആ ട്യൂബ് ലൈറ്റ്, അപ്പോൾ അത് കത്താൻ വേണ്ടി ചോക്ക് കൊടുക്കാറുണ്ട്. കാരണം ട്യൂബിന് പിന്നെ ഈ അതിൻ്റെ കറണ്ട് വളരെ കുറച്ച് മതി. അപ്പോൾ ആ കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇതിട്ട് കൊടുക്കും. റെസിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പവർ ലാഭം ഉണ്ടാകത്തില്ല, കാരണം റെസിസ്റ്റർ ചൂടായി കറണ്ട് നഷ്ടമാകും. ഇതാകുമ്പോൾ കറണ്ട് തടയും, എന്നാൽ പവർ ലോസ് ഇല്ല, കാരണം ചോക്ക് വാട്ട്ലെസ് ആണ്. പിന്നെ പലതരം ചോക്കുണ്ട്, ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് RF ചോക്ക്, HF ചോക്ക്, LF ചോക്ക്, അങ്ങനെ പല ചോക്കുണ്ട്. ലോ ഫ്രീക്വൻസി ചോക്ക്, ഹൈ ഫ്രീക്വൻസി ചോക്ക്, മീഡിയം ഫ്രീക്വൻസി ചോക്ക്, RF റേഡിയോ ഫ്രീക്വൻസി ചോക്ക്, അങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ ചോക്കുണ്ട്. പല ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ. അത് ട്രാൻസ്ഫോർമറാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ നമ്മുടെ സിലബസിലുള്ളതാണ് ട്രാൻസ്ഫോർമർ. പിന്നെ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു റെക്ടാങ്കിൾ സോഫ്റ്റ്വെയർ കോറാണ്. അതിൻ്റെ പുറത്ത് 2 കോയിൽ ചുറ്റി കാണും. ഒരു പ്രൈമറി കോയിൽ P, ഒരു സെക്കൻഡറി കോയിൽ S. പ്രൈമറിയിൽ വോൾട്ടേജ് കൊടുക്കുക E1, സെക്കൻഡറിയിൽ വോൾട്ടേജ് കിട്ടും E2. അതെല്ലാം പടത്തിൽ കാണിച്ചിരിക്കുന്നത്. A transformer is a device used to transform a low voltage AC to a high voltage AC and vice versa. ചെറിയ വോൾട്ടേജ് വലുതാക്കാനും വലിയ AC വോൾട്ടേജിനെ ചെറുതാക്കാനും നേരെ മറിച്ചും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോർമർ. ഇറ്റ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇഫ് ദ വോൾട്ടേജ് ഇസ് റൈസ്ഡ്, ദ ട്രാൻസ്ഫോർമർ ഇസ് കോൾഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, ആൻഡ് ഇഫ് ദ വോൾട്ടേജ് ഇസ് ലോവേഡ്, ഇറ്റ് ഈസ് കോൾഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. A transformer cannot be used with direct current. ഇപ്പോൾ നമ്മൾ ഒരു AC മാത്രം വർക്ക് ചെയ്യുന്ന ഡിവൈസാണ് കേട്ടോ. പ്രിൻസിപ്പൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. നമ്മളൊരു ചെറിയ വോൾട്ടേജ് കൊടുത്താൽ വലുത് കിട്ടുന്നതിന് മറിച്ചും കിട്ടും. AC മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. വോൾട്ടേജ് ഉയർത്തുന്ന ട്രാൻസ്ഫോർമർ ആണെങ്കിൽ അത് നമ്മൾ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയും. വോൾട്ടേജ് താഴ്ത്തുന്ന ട്രാൻസ്ഫോർമർ ആണെങ്കിൽ അതിന് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയും. 2 തരം ട്രാൻസ്ഫോർമറും വ്യത്യസ്തമായ ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്.
അതിൻ്റെ ഫർദർ നോട്ട്സാണ് ഈ പറയുന്നത്. ട്രാൻസ്ഫോർമർ എഴുതുമ്പോൾ നമ്മൾ ഇത്രയും നോട്ട്സുകൾ എഴുതണം. എ ട്രാൻസ്ഫോർമർ കൺസിസ്റ്റ് ഓഫ് എ closed soft core on which are wound two coils of well insulated copper wire. One of the coils to which the voltage is to be transformed is supplied is called the primary and the other coil is called secondary. Everything is evident. The voltage available is trapped from this പുറത്തേക്ക് എടുക്കും. ടാപ്ഡ് ഫ്രം ദി സെക്കൻഡറി. ദി ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോർമർ ഈസ് E2/E1 ഈസ് N2/N1. ഒരു ട്രാൻസ്ഫോർമർ ഇക്വേഷൻ E2/E1 ഈസ് N2/N1 എന്നാണ്. where E2 is the output voltage, secondary voltage, and E1 is the input voltage, primary voltage. N1 is the number of turns in the primary and N2 is the number of turns in the secondary coil. For a step-up transformer, N2 greater than N1. Secondary turns, number of secondary turns is greater than primary coil turns. And for step-down transformer, N2 less than N1. Then there is another transformer which is called ideal transformer. An ideal transformer is one in which input power is equal to output power. E1 I1 is C2I2. ഒരു ട്രാൻസ്ഫോർമറിനെ നമ്മൾ ഐഡിയൽ എന്ന് പറയും. അത്തരം ട്രാൻസ്ഫോർമറിൽ കൊടുക്കുന്ന പവറാണ് കിട്ടുന്ന പവർ. E1 I1 is C2I2. പവർ എപ്പോഴും E എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോർമർ ഐഡിയൽ ആകണമെങ്കിൽ കൊടുക്കുന്ന പവർ നമുക്ക് തിരിച്ച് കിട്ടുന്ന പവറിന് തുല്യമാകണം. E1 I1 is C2I2. Now there is another question, continuation. എനർജി ലോസ് ഇൻ എ ട്രാൻസ്ഫോർമർ. നമ്മളിങ്ങനെ പവർ കൊടുത്ത് പവർ വീണ്ടെടുക്കുന്നതാണല്ലോ ട്രാൻസ്ഫോർമർ. വോൾട്ടേജ് കൂട്ടിയും കുറച്ചും എടുക്കുന്ന ഡിവൈസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എനർജി നഷ്ടം ഉണ്ടാകും. ആ എനർജി നഷ്ടത്തിൻ്റെ പല പേരുകളാണ്. അപ്പോൾ എല്ലാം നമ്മൾ വിശദമായിട്ട് വേണ്ട, ചുരുക്കി മതി. കാരണം ഇത് 2 മാർക്കിന് ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ലോസാണുള്ളത്? പവർ ലോസ്. അതിൻ്റെ പേര് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. കോപ്പർ ലോസ്, അയൺ ലോസ്, ഹിസ്റ്ററിസിസ് ലോസ്, ഫ്ലക്സ് ലീക്കേജ്, ഹമ്മിങ് ലോസ്. ഇതൊക്കെയാണ് ഒരു ട്രാൻസ്ഫോർമറിലെ വിവിധ പവർ നഷ്ടപ്പെടുന്ന രീതികൾ. ഏതൊക്കെയാണ് കോപ്പർ ലോസ്? എന്താണ് കോപ്പർ ലോസ്? The copper wires are used for making primary and secondary coils. Primary and secondary coils. The copper wires used for making primary and secondary coils have resistance, and so heat is produced. This loss is called copper losses. These losses are called copper losses, or this loss is called copper loss. And can be minimized by using thick wires. അപ്പോൾ ഈ ട്രാൻസ്ഫോർമറിൻ്റെ കോയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ചെമ്പ് കമ്പി കൊണ്ടാണല്ലോ. അപ്പോൾ ചെമ്പ് കമ്പി ഒരു കണ്ടക്ടർ ആണെങ്കിൽ, നല്ല കണ്ടക്ടർ ആണെങ്കിൽ ഒരു ചെറിയ റെസിസ്റ്റൻസ് കാണും. അപ്പോൾ കറണ്ട് തുടർച്ചയായിട്ട് അയച്ചുകൊണ്ടിരുന്നാൽ അത് ചൂടാകും. അങ്ങനെ ഹീറ്റ് ഉണ്ടായി പവർ പോകും. അപ്പോൾ കോപ്പർ കോയിൽ ചൂടായി പവർ നഷ്ടം സംഭവിക്കുന്നതിനെ വിളിക്കുന്നവരെ കോപ്പർ ലോസ്. അയൺ ലോസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അയൺ ലോസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമറിൻ്റെ കോർ ഉണ്ടാക്കുന്നത് അയൺ കൊണ്ടാണ്. ലാമിനേറ്റഡ് തിൻ ഷീറ്റുകൾ അടുക്കി വെച്ച രീതിയിലുള്ള കോറാണ്. അപ്പോൾ അത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ, കോയിലകത്ത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എഡി കറണ്ട് ഉണ്ടാകും. അയൺ പ്ലേറ്റിനകത്ത്, ഈ അയൺ കോറിനകത്ത് എഡി കറണ്ട് ഉണ്ടാകും. ആ എഡി കറണ്ട് ഈ അയൺ പ്ലേറ്റുകളെ, ഈ കോറിനെ ചൂടാക്കും. അങ്ങനെ പവർ നഷ്ടം വരും. അതിന് വിളിക്കുന്ന അയൺ ലോസ്. പിന്നെ ഹിസ്റ്ററിസ് ലോസ് ഉണ്ട്, ഫ്ലക്സ് ലീക്കേജ് ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററിസ് പറയണമെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് പേര് മാത്രം ഓർക്കുക. ഫ്ലക്സ് ലീക്കേജ്, ഈ പ്രൈമറി കോയിലിലും സെക്കൻഡറി കോയിലും കുറച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പവർ ലോസ് ഉണ്ടാകും. പിന്നെ ഹാമിങ്, ചില ട്രാൻസ്ഫോർമർ വർക്ക് ചെയ്യുമ്പോൾ ഈ ചില സൗണ്ട് ഉണ്ടാകും. അതും പവർ ലോസാണ്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ട്രാൻസ്ഫോർമറിൽ നിന്ന് പവർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. This is the 42nd lecture on complementary physics. We continue in the next class. Thank you very much.